നമസ്കാരം. കഴിഞ്ഞ ദിവസം നടന്ന പോരാട്ടത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിനോട് സ്വന്തം ഗ്രൗണ്ടിൽ പരാജയം ഏറ്റുവാങ്ങിയതിന്റെ ഞെട്ടലിലും നിരാശയിലുമാണ് ഇപ്പോൾ മുംബൈ ഇന്ത്യൻസ് ജീവിക്കുന്നത്. IPL കഴിഞ്ഞ ദിവസം നടന്ന ത്രില്ലിംഗ് മാച്ചിൽ CSKയോട് 20 റൺസിന്റെ തോൽവിയാണ് ഹാർദിക് പാണ്ഡ്യയും ടീമും സമ്മതിച്ചത്. അതൊരു വലിയ വാശിയേറിയ കളി തന്നെയായിരുന്നു എന്ന് പറയാം. എന്നാൽ ഇപ്പോൾ അതിന് പിന്നാലെ ഹാർദിക്കിന് കടുത്ത വിമർശനമാണ് വരുന്നത്. മനഃപൂർവ്വം ഹാർദിക് ആരെയൊക്കെ സഹായിക്കുന്നത് പോലെയാണെന്നും ഹാർദിക്കിന്റെ അക്കൗണ്ട് വരെ പരിശോധിക്കേണ്ടി വരുമെന്ന് പറയുന്നു. എന്നാൽ അങ്ങനെയൊക്കെ പറയാൻ പാടില്ല എന്നും അതൊരു കളിക്കാരനെ വലിയ രീതിയിൽ അപമാനിക്കുന്നതിന് തുല്യമാണെന്നും അതൊരിക്കലും പൊറുക്കാൻ പറ്റാത്ത പരാമർശമാണെന്നും തെറ്റാണെന്നും ആരാധകരും വിമർശകരും ഒരുപോലെ പറയുന്നുണ്ട്. രോഹിത്തിനെ ക്യാപ്റ്റൻസിയിൽ നിന്ന് മാറ്റിയതിൽ എല്ലാവർക്കും വളരെയധികം വിഷമമുണ്ട്. അതായത് ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർക്കൊക്കെ തന്നെ നല്ല വിഷമമുണ്ട്. അതുകൊണ്ട് മുംബൈയുടെ കളി നടക്കുന്ന ടൈം CSK ആരാധകർ പോലും രോഹിത്തിന് വേണ്ടി പിന്തുണയ്ക്കാറുണ്ട്. പക്ഷേ ഇന്നലെ എല്ലാ വർഷവും ആരാധകർ കാത്തിരിക്കുന്ന പോലെ ഒരു കളിയായിരുന്നു നടന്നത്. വാങ്കഡയിൽ 207 റൺസിന്റെ വലിയ ലക്ഷ്യത്തോലേക്ക് ബാറ്റ് വീശിയ മുംബൈക്ക് 6 വിക്കറ്റിന് 186 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. മുൻ നായകൻ രോഹിത് ശർമ്മ അപരാജിത സെഞ്ചുറിയായിരുന്നു പൊരുതിയെടുത്ത് നേടിയതെങ്കിലും ടീം അംഗങ്ങളിൽ നിന്നും കാര്യമായ പിന്തുണയൊന്നും കിട്ടാതെ ക്ഷീണമായി മാറി. 63 ബോളിൽ 11 ഫോറും 5 സിക്സറും അടക്കം പുറത്താവാതെ 105 റൺസാണ് ഹിറ്റ്മാൻ അടിച്ചെടുത്തത്. ഈ പരാജയത്തിന്റെ പേരിൽ വലിയ വിമർശനങ്ങളും ഗുരുതര ആരോപണങ്ങളുമാണ് നായകൻ ഹാർദിക് പാണ്ഡ്യ നേരിടുന്നത്. ക്യാപ്റ്റൻ എന്ന നിലയിലും താരത്തിന്റെ റോളിലും അദ്ദേഹം ഈ കളിയിൽ നിരാശപ്പെടുത്തി. ക്യാപ്റ്റൻസിയിൽ അവസാന ഓവറുകളിൽ ഹാർദിക് ചില മണ്ടത്തരങ്ങൾ കാണിച്ചപ്പോൾ ബാറ്റിംഗിലും ബൌളിംഗിലും യാതൊരു ഇമ്പാക്റ്റും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നത് വളരെയധികം എല്ലാവരെയും നിരാശപ്പെടുത്തി. ബൌളിംഗിൽ 3 ഓവറുകളാണ് ഹാർദിക് ബൌൾ ചെയ്തത്. ഇതിൽ 14.3 എന്ന ദയനീയ ഇക്കോണമി റേറ്റിൽ 43 റൺസ് വിട്ടുകൊടുക്കുകയും ചെയ്തു. 2 വിക്കറ്റുകൾ വീഴ്ത്തിയെങ്കിലും റൺസ് വാരിക്കോരി നൽകുന്നതിൽ യാതൊരു പിശുക്കും കാണിച്ചില്ല. പിന്നീട് റൺ ചേസിൽ ബാറ്റിംഗും ഹാർദിക് നനഞ്ഞ പടക്കമായി മാറുകയുമാണ് നമ്മൾ എല്ലാവരും കണ്ടത്. ഇതിപ്പോൾ കൂടുതൽ വിമർശനത്തിന് വഴിവെച്ചിരിക്കുകയാണെന്ന് തന്നെ പറയണം. കഴിഞ്ഞ കളിയിലെ പ്രകടനം വെച്ച് ആരാധകർ ഹാർദിക്കിനെതിരെയുള്ള സംസാരം നിർത്തിവരികയായിരുന്നു. ഹാർദിക്കിനോട് ചെറിയ ഇഷ്ടം തോന്നുന്നുവെന്നും ഹാർദിക്കിനോട് ക്ഷമിക്കാൻ തയ്യാറാണെന്നുമൊക്കെയാണ് ആരാധകർ പറഞ്ഞത്. പക്ഷേ ഇന്നലെ വീണ്ടും ഇത് കൂടിയെന്ന് പറയണം. 6 ബോളിൽ നിന്ന് 2 റൺസ് മാത്രമാണ് നേടാൻ കഴിഞ്ഞത്. ക്രീസ് വിട്ടപ്പോൾ അദ്ദേഹത്തിന് വലിയ നിരാശയും അദ്ദേഹത്തിന്റെ ആരാധകർക്ക് നിരാശയും ഒക്കെയായിരുന്നു. മുംബൈയുടെ തോൽവിക്ക് പ്രധാന കാരണക്കാരൻ ഹാർദിക് തന്നെയാണെന്ന് വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മുംബൈ ഇന്ത്യൻസിനെ ജയിപ്പിക്കാനല്ല, മറിച്ച് തന്റെ ആരാധനാപാത്രവും സുഹൃത്തുമായ MS ധോണിയെയും CSKയും സഹായിക്കാനാണ് ഹാർദിക് പാണ്ഡ്യ ശ്രമിച്ചതെന്നാണ് മുംബൈ ആരാധകർ പറയുന്നത്. ഇവർ രണ്ടുപേരും വലിയ ഫാൻസ് ഉള്ള ടീമുകളാണ്. അതുകൊണ്ട് തന്നെ ഫാൻ ഫൈറ്റിനിടയിൽ പറഞ്ഞു പോകുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം എന്നും പക്ഷേ ഇത് അധികമായി ഊർജിച്ചു കഴിഞ്ഞാൽ ഇതൊരു കളിക്കാരനെ തന്നെ ബാധിക്കുമെന്നും പറയുന്നു. ഇത് ആദ്യമായിട്ടല്ല ഇദ്ദേഹം ഇക്കാര്യം ചെയ്യുന്നത്. നേരത്തെ ഗുജറാത്ത് ടൈറ്റൻസ് നായകനായിരുന്നപ്പോഴും CSKക്കെതിരെ ടീം തോറ്റാൽ അത് ഹാർദിക്കിനെ അധികം നിരാശപ്പെടുത്താറില്ല. പകരം തന്റെ ഹീറോയായ ധോണിയുടെ വിജയത്തിൽ സന്തോഷം പ്രകടിപ്പിക്കുന്നയാളാണ് കണ്ടിട്ടുള്ളതെന്നും ഹാർദിക്കിനെതിരെ ആരാധകർ തുറന്നടിക്കുന്നു. കളിയിൽ മുംബൈ ഇന്ത്യൻസിനെ തോൽപ്പിച്ച് കെട്ടുന്നതിലൂടെ തന്നെ ഹാർദിക് പാണ്ഡ്യയ്ക്ക് എത്ര കിട്ടി എന്നാണ് നിരവധി പേർ ചോദിക്കുന്നത്. ഇത് വളരെ മോശം പരാമർശമാണെന്ന് പറഞ്ഞേ മതിയാകൂ. കാരണം അദ്ദേഹത്തിന്റെ കരിയർ തന്നെ ബാധിക്കുന്ന ഒരു പരാമർശമാണിത്. ആരാധകരുടെ ഫാൻ ഫൈറ്റ് ഒക്കെ ശരിയാണ്. പക്ഷേ ഒരു ടീമിനെ ജയിപ്പിക്കാൻ മറ്റൊരു ടീമിന്റെ ഒരാൾ പ്രധാനയാൾ, അതും ക്യാപ്റ്റൻ എന്ന് പറയുന്ന ആൾ കോഴ വാങ്ങി എന്നും അദ്ദേഹത്തിന്റെ അക്കൗണ്ട് പരിശോധിക്കണമെന്നൊക്കെ പറയുന്നത് തെറ്റായ രീതിയിലുള്ള സംസാരമാണെന്നും അതൊരിക്കലും പുറത്തു കടക്കാൻ പാടില്ല എന്നും പറയുന്നു. ഇതൊക്കെ പരിധി വിട്ടുള്ള സംസാരമാണെന്ന് പ്രത്യേകമായി ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ബാങ്ക് അക്കൗണ്ട് പരിശോധിച്ചാൽ ഇക്കാര്യം വ്യക്തമാകുമെന്ന് പറയുമ്പോൾ സൂക്ഷിച്ച് സംസാരിക്കണമെന്ന് പലരും പറയുന്നു. CSKയിൽ നിന്നും പണം വാങ്ങിയാണ് ഹാർദിക് ഈ മത്സരം മനഃപൂർവ്വം തോറ്റുകൊടുത്തതെന്നും പറയുന്നുണ്ട്. ഇതിന് പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഏറെ പ്രധാനപ്പെട്ട 20ാം ഓവർ സ്വയം ബൗൾ ചെയ്യാനുള്ള അദ്ദേഹത്തിന്റെ തീരുമാനമാണ്. ആ ഓവറിൽ ധോണി വന്ന് തകർപ്പൻ പ്രകടനമാണ് കാഴ്ചവെച്ചത്. അതോടെ തന്നെയാണ് CSKയുടെ സ്കോർ വളർന്നതും. അതുകൊണ്ട് ഹാർദിക്കിന്റെ പേരിൽ തന്നെയാണ് കടുത്ത വിമർശനം പറയുന്നത്. അദ്ദേഹത്തിന്റെ ബൗൾ ചെയ്യാനുള്ള തീരുമാനം വളരെയധികം സംശയാസ്പദമാണ് എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നതും.